ആ നീ ഇവിടെ ഇരിപ്പുണ്ടോ? അയ്യോ മഴ പെയ്യുന്ന ചേട്ടാ, അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇരുന്നതാ. ഓ ആരും മിണ്ടാൻ പറയാൻ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ കഥയെല്ലാം അടച്ചു കിടക്കുന്നു. പിന്നെ മിണ്ടുന്ന തന്നെ ഞാൻ ഈ മഴ അങ്ങോട്ട് ചാറിൽ കണ്ടപ്പോഴേ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ കൂടിയെങ്കിലോ അതുകൊണ്ട് ഇവിടെ കയറി ഒന്ന് ഇരുന്നേ ഉള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല നീ നീ ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിന്നെ കണ്ടു. അതെന്തിന്? അല്ല ഞാൻ വരാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ ഉണ്ടൊരു കാര്യം, നിനക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ല ഈ ഒരു ജില്ല രൂപീകരിക്കുമാതിരി എവിടെ ഒരു ഗ്രാമം രൂപീകരിച്ച് ഇൻസ്റ്റഗ്രാമോ അങ്ങനെ ഒരു ഗ്രാമം രൂപീകരിച്ചെന്ന് പറയട്ടെ. ഗ്രാമം ഗ്രാമം ഇൻസ്റ്റഗ്രാം ഗ്രാമം ആ എവിടെ രൂപീകരിച്ചെന്ന്? ആ അവിടെ ചെന്ന പല കാഴ്ചകളും കാണാനുണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ പല കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് കേട്ടില്ലല്ലോ. വീട്ടുകാരറിയരുത് കേട്ടോ. ഞാൻ പോണത് എന്നെ വീട്ടുകാരറിയാതെ പെണ്ണുമ്പിള്ളെ അറിയരുത്. പെണ്ണുമ്പിള്ളെ അറിഞ്ഞ കുഴപ്പമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ പോയാലും ഇങ്ങനെ പരിചയപ്പെടാന്ന് പറഞ്ഞ പരിചയപ്പെടാന്ന് അവിടുത്തെ ആൾക്കാരെയോ? അതിനെന്നാ പ്രശ്നം? ഇൻസ്റ്റഗ്രാമിൽ ചെന്നാലേ അങ്ങനെ പരിചയപ്പെട്ട എന്തോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ പിന്നെ പൊക്കോ, വേഗം ചെന്ന് പരിചയപ്പെട്. അത് എവിടെ സ്ഥലമാണെന്നപ്പോ എനിക്കറിയത്തില്ലല്ലോ, പറഞ്ഞു തരാൻ. ഓരോരുത്തരൊക്കെ അവിടെ ചെന്ന് പരിചയപ്പെടും, പിന്നെ അവര് കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടു. അത് കൊള്ളാലോ. ഇപ്പൊ പോയി പരിചയപ്പെട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടോ? അല്ല, കല്യാണം കഴിക്കണം, എന്നാലും പരിചയപ്പെട്ടിരിക്കാലോ. പരിചയപ്പെടാം. വീട്ടുകാരറിയരുത്. പ്രശ്നമുള്ള സ്ഥലമാണല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞിടത്തെങ്കിലും അങ്ങനെ വന്നു. ഇൻസ്റ്റഗ്രാമത്തിലോട് പരിചയപ്പെട്ടു, അവര് തമ്മിൽ ലോകിയായി എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ അത് പറ. ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ടു, അവര് കല്യാണം കഴിച്ചോന്നില്ലേ? ഇൻസ്റ്റഗ്രാം ഗ്രാമം എവിടെയാ? ആ ഗ്രാമമുണ്ട് അവിടെ. എനിക്കൊന്ന് പോയി പരിചയപ്പെടാനാ. പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിക്കൊന്നും അല്ലെന്നേ, പിന്നെ ചുമ്മാ ഇങ്ങനെ കാണാലോ ആൾക്കാരെ കാണാൻ. മനസ്സിലായി. വെറുതെ അല്ല ചേച്ചി എപ്പോഴും പറയുന്നത്. എന്നാ പറയുന്നത്? ആള് തരികിടയാണെന്ന്. എന്നാ തരികിട? നീ എവിടെയും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതല്ല, പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞില്ല. അല്ല, ഞാനിപ്പോ നീ ഇവിടെ വരുന്നുണ്ട്, ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അതോ പെരുമാറിയാ ശരിയാവില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോയി പരിചയപ്പെടാനാണെങ്കിലുണ്ടല്ലോ, അത് ഇവിടെ അടുത്തൊന്നും അല്ല, അത് അങ്ങ് പോണം, കുറേ ദൂരമുണ്ട്. എവിടെയാ പോലും? അത് ബസ്സിനൊക്കെ കയറും, ട്രെയിനെ കയറുകയും പിന്നെ പ്ലെയിനെ കയറിയൊക്കെ പോകണം. എവിടെ പോയാലും കുഴപ്പമില്ല. അവിടെ ഞാൻ പോവും. എന്നാ ചെല്ല്, പോയി നല്ല വേഷമൊക്കെ ധരിച്ച് ഇറങ്ങിക്കോ, പുറപ്പെട്ടോ. നീ കൃത്യം കാര്യം പറഞ്ഞാ, അല്ലാണ്ട് നീ ഇങ്ങനെ എന്തൊക്കെയോ ഒഴുക്കം മട്ടി പറയല്ലേ. എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനത്തെ പൊട്ടത്തരം കൊണ്ട് വരല്ലേ. പിന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിലുള്ളതാ. ആപ്പെന്ന് പറഞ്ഞോ, ഈ തൂമ്പാക്കൈ വെച്ചിട്ട് കിളയ്ക്കാൻ പറ്റും. അതിന് വെക്കുന്ന ആപ്പ് വെക്കുന്ന അത് തന്നെയാ സംഗതി. അവിടെ ഒന്നും പോണെങ്കിൽ നല്ല തൂമ്പ ഇതൊക്കെ ചെത്തി എടുത്തിട്ട് കൊണ്ടുപോകണോ? ചെത്തി എടുത്തിട്ട് കൊണ്ടുപോകും. അല്ല, ആപ്പ് വെക്കണേ. പിന്നെ ആപ്പ് വെക്കാൻ പോവാണല്ലോ വീട്ടുകാർക്ക് പാര വെക്കാൻ. ചെല്ല്. പാരയില്ല, ഇൻസ്റ്റഗ്രാമിൽ ആപ്പ് വെക്കും. അതിനെ ആദ്യം പോയി ഒരു 10,000-15,000 രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങ, സ്മാർട്ട് ഫോൺ. എന്നിട്ട് അതിനകത്ത് നോക്കിയാൽ മതി. അപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ വഴി കാണും. അപ്പൊ അതിലേക്ക് പോവാം. ഫോണിലൂടെയാണോ സംഭവം? ഫോണിൽ കൂടെ വഴി കാണും. ശരിക്കും പറഞ്ഞു ആദ്യമായിട്ട്. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിലൊക്കെ പിള്ളേരൊക്കെ വെച്ച് ഇങ്ങനെ എന്തോ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് അതിനകത്തുള്ള ഒരു ആപ്പാണ്. അത് പറഞ്ഞപ്പോൾ ചോദിക്കുക തൂമ്പായ്ക്ക് വെക്കുന്ന ആപ്പാണോന്ന്. അത് ഞാനിങ്ങനെയൊക്കെ ആപ്പ് വെക്കാന്നൊക്കെ തൂമ്പ ഉറപ്പിക്കാനൊക്കെ നമ്മൾ ആപ്പ് അത് ഇത് തൂമ്പായ്ക്ക് വെക്കുന്ന ആപ്പല്ല. മനസ്സിലായ? ആദ്യം ഫോൺ മേടിച്ചിട്ട് ഫോണിലുള്ള ആപ്പ് പരിപാടിയാ. അല്ല, തൂമ്പായ്ക്ക് വെക്കുന്ന ആപ്പല്ല. ഫോൺ മേടിച്ച ആപ്പ് എവിടെ കിട്ടുക? ആപ്പ് കിട്ടും ഫോണിന്റെ ഒപ്പം. ചെന്ന് മേടിച്ചിട്ട് വാ. മനസ്സിലായി? കളിയാക്കിയതല്ല, തൂമ്പായ്ക്ക് വെക്കുന്ന ആപ്പല്ല, ഫോണിനകത്തുള്ള ആപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഫോൺ മേടിച്ചിട്ട് വാ. ചോദിക്കാൻ പോയി എന്നെ വേണം. ഇതിപ്പോ പറഞ്ഞു തന്നെ എന്നെ വേണമല്ലോ പറയാൻ. എല്ലാം വിശദാക്കി പറഞ്ഞു തന്നപ്പോ പറയാ.